നോക്കാൻ പോകുന്നത് പട്ടാള ഉറുമ്പുകൾ അഥവാ ആർമി ആന്റുകളെ കുറിച്ചുള്ള 10 ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളാണ്. ഒന്നാമത്തെ ഫാക്ട്, തിരിച്ചറിഞ്ഞ ഏതാണ്ട് 12,000-ഓളം ഇനം ഉറുമ്പുകളാണുള്ളത്. അവയിൽ 200-ഓളം ഇനം ഉറുമ്പുകളെയാണ് സൈനിക ഉറുമ്പുകൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഫാക്ട്, ഇത്തരത്തിലുള്ള സൈനിക ഉറുമ്പുകൾ എവിടെയാണ് വ്യാപകമായി ഉള്ളതെന്നറിയാമോ? സാധാരണ നിലയിൽ ഇവയ്ക്ക് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷത്തിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. തെക്കൻ US, മധ്യ തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ സാധാരണയായി ഈ സൈനിക ഉറുമ്പുകൾ കാണപ്പെടുന്നു. മൂന്നാമത്തെ ഫാക്ട്, ആർമി ആന്റുകളെല്ലാം ഒരുപോലെ അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിൽ കാണപ്പെടുന്ന സൈനിക ഉറുമ്പുകളും ഏഷ്യയിലും ആഫ്രിക്കയിൽ കാണപ്പെടുന്നവയും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. അമേരിക്കയിൽ കാണപ്പെടുന്ന സൈനിക ഉറുമ്പുകൾ വലിയ തോതിലുള്ള ആക്രമണോത്സുകത പ്രകടിപ്പിക്കുന്നവയല്ല. അതേസമയത്ത് ഏഷ്യയിൽ കാണപ്പെടുന്നതും ആഫ്രിക്കൻ മേഖലകളിൽ കാണപ്പെടുന്നതുമായ സൈനിക ഉറുമ്പുകൾ അപകടകാരികളുമാണ്. നാലാമത്തെ ഫാക്ട്, സൈനിക ഉറുമ്പുകൾ സാധാരണ ഉറുമ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അവയ്ക്ക് വളരെയധികം വികസിച്ച കൂറ്റൻ താടി എല്ലുകളുണ്ട്. ഇവ ചവയ്ക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, യുദ്ധത്തിന് വേണ്ടിയുള്ളതാണ്. മാത്രമല്ല തങ്ങളുടെ ഇരയെ പല കഷ്ണങ്ങളായി വേർപെടുത്തുവാനും എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് കൊണ്ടുപോകുവാനുമൊക്കെ ഇവ അവയ്ക്ക് സഹായകരമാണ്. അതുമാത്രമല്ല ഇവയുടെ മറ്റൊരു വളരെ അപകടകരമായ പ്രത്യേകത, ഇരയെ ജീവനോടെ തന്നെയാണ് ഇവ ഭക്ഷിക്കുക, അഥവാ ജീവനോടെയാണ് ഇത്തരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പല കഷ്ണങ്ങളാക്കുക എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. അഞ്ചാമത്തെ ഫാക്ട്, സൈനിക ഉറുമ്പുകളെ കുറിച്ച് പറയുമ്പോൾ അവയുടെ കോളനികളെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. കോളനികളാണ് അവയ്ക്കെല്ലാം എന്ന് പറയാം. സൈനിക ഉറുമ്പുകളുടെ കോളനി എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒന്നാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ആ കോളനിയിൽ 4 തരത്തിലുള്ള ഉറുമ്പുകളെ നമുക്ക് കാണാൻ കഴിയും. 1 തൊഴിലാളികൾ, 2 സൈനികർ, 3 പുരുഷന്മാർ, 4 രാജ്ഞികൾ. ഇങ്ങനെ 4 തരത്തിലുള്ള ഉറുമ്പുകളാണ് ഒരു കോളനിയിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ 4 പേർക്കും 4 പേരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നതും നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ആറാമത്തെ ഫാക്ട്, ഒരു വലിയ കോളനിയിൽ, ഈ സൈനിക ഉറുമ്പുകളുടെ കോളനിയിൽ എത്ര ഉറുമ്പുകൾ വരെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണ നിലയിൽ വലിയ ഒരു കോളനിയിൽ 2 കോടി സൈനിക ഉറുമ്പുകൾ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എത്രമാത്രം വലിയ ഒരു ടീമാണ് അവരുടേതെന്ന്. ഇവരുടെ ഈ ഒരു കോളനിക്ക് കൃത്യമായ ചിട്ടകളുണ്ട്, നിയമങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഈ കോളനി നിലനിൽക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. 2 കോടി ഉറുമ്പുകളുള്ള ഒരു വലിയ കോളനിയാണ് സാധാരണ നിലയിൽ സൈനിക ഉറുമ്പുകളുടെ താവളം എന്ന് പറയുന്നത്. ഏഴാമത്തെ ഫാക്ട്, ഈ സൈനിക ഉറുമ്പുകൾക്ക് ഒരു ദിവസം എത്ര ജീവികളെ കൊല്ലാൻ കഴിയുമെന്നറിയാമോ? സാധാരണ നിലയിൽ ഇവ പിടികൂടുന്നത് പ്രാണികളെയും ചിലന്തികളെയും അതുപോലെ തന്നെ ചെറിയ ജീവികളെയും ഒക്കെയാണ്. ഇത് ഏകദേശം ഒരു ദിവസം 100,000-ഓളം ഇത്തരത്തിലുള്ള ജീവികളെ കൊല്ലാനുള്ള ശേഷി ഈ സൈനിക ഉറുമ്പുകൾക്കുണ്ടെന്നുകൂടി മനസ്സിലാക്കുക. കാരണം ഏകദേശം 2 കോടിയോളം അംഗങ്ങളുള്ള ഒരു കോളനിയിലുള്ള എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇരകളെയും അവർക്ക് ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും 100,000-ഓളം ഇരകളെ പിടികൂടാൻ ഒരു ദിവസം ഈ ജീവികൾക്ക് സാധിക്കും. സത്യത്തിൽ ഇവയെ പിടികൂടുക മാത്രമല്ല, അവർക്ക് കൊണ്ടുപോകാൻ പാകത്തിന് പല കഷ്ണങ്ങളാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ കോളനിയിലേക്ക് എത്തിക്കുവാനുള്ള ശേഷിയും ഈ ജീവികൾക്കുണ്ട്. എട്ടാമത്തെ ഫാക്ട്, ഒരുപക്ഷെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നിങ്ങൾ പലപ്പോഴും ഈ സൈനിക ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടാകും. അവിടെയൊക്കെ മനുഷ്യരെ നിഷ്കരുണം കൊല്ലുന്ന ഉറുമ്പുകളെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ മനുഷ്യനെ കൊല്ലുന്നവരാണോ ഈ ഉറുമ്പുകൾ? സാധാരണ നിലയിൽ നമുക്കറിയാം, മനുഷ്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉറുമ്പ് വളരെ ചെറിയൊരു ജീവിയാണ്. അപ്പോൾ തന്നെ 2 കോടി ഉറുമ്പുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ എണ്ണം അല്ലെങ്കിൽ കൂടി മനുഷ്യനെ പെട്ടെന്നൊന്നും ആക്രമിക്കാനോ അല്ലെങ്കിൽ ആക്രമിച്ച് കൊലപ്പെടുത്താനോ ഒന്നും ഇവ തുനിയാറില്ല. ഇവയുടെ സാധാരണ ഇരകളെന്ന് പറയുന്നത് ചെറിയ ജീവികളാണ്. പ്രാണികളും അല്ലെങ്കിൽ ചിലന്തികളും ചെറിയ പല്ലികൾ അതുപോലെ തന്നെ ഓന്തുകൾ ഇങ്ങനെയുള്ളവയൊക്കെയാണ് ഇവ പലപ്പോഴും പിടികൂടാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ മനുഷ്യനെയും ഇവ വേണമെങ്കിൽ കൊല്ലാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് സത്യസന്ധമായ കാര്യം. അതായത് അത് എപ്രകാരം എന്നുകൂടി പറഞ്ഞുതരാം. പഠനങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളത് അബോധാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റി
ഓടി മാറാൻ കഴിയാത്ത മനുഷ്യൻ, മദ്യപിച്ച് കിടക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ച് കിടക്കുന്ന മനുഷ്യൻ, ഇനി ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ള ആളുകളെ, ഇങ്ങനെയുള്ള മനുഷ്യരെ ഈ ഉറുമ്പുകൾ പിടികൂടാനും അല്ലെങ്കിൽ ഭക്ഷിക്കാനും മടിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മനുഷ്യരെ വേണമെങ്കിലും ഭക്ഷിക്കും എന്ന ഒരു തരത്തിൽപ്പെടുന്ന ജീവികളാണ് ഈ സൈനിക ഉറുമ്പുകൾ എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് ജീവനോടെ ആരോഗ്യവാനായി നിൽക്കുന്ന സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ ഇവ മെനക്കെടാറുമില്ല എന്നതും ശ്രദ്ധേയമാണ്. മറിച്ച് ഇവയ്ക്ക് സൗകര്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനെ വേണമെങ്കിലും ഇവ അകത്താക്കും എന്നതാണ് വസ്തുത. 9ാമത്തെ ഫാക്ട് വളരെ രസകരമായ ഒന്നാണ്. അതായത് ഈ ആർമി ഉറുമ്പുകൾ സത്യം പറഞ്ഞാൽ പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരാണ്. ഇവയ്ക്ക് ആകെ കഴിയുക പ്രകാശത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷെ അവരുടെ മുന്നിലുള്ള ഒന്നിനെയും തിരിച്ചറിയാനുള്ള കഴിവില്ല. അതേ സമയത്ത് തന്നെ അവർ ഫെറോമോണുകൾ എന്നറിയപ്പെടുന്ന ഒരു രാസവസ്തു ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പരസ്പരം വിവരങ്ങൾ കൈമാറുവാനും കോളനിയുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്താനും ഒക്കെ തന്നെ ഇവയെ സഹായിക്കുന്നത് ഇതാണ്. ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുന്നതിനും സുഹൃത്തിനെ തിരിച്ചറിയുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനുമൊക്കെയായി 10 മുതൽ 20 വ്യത്യസ്ത ഫെറോമോൺ സൂചനകളാണ് ഇവ ഉപയോഗിക്കുന്നത്. 10ാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൈനിക ഉറുമ്പുകൾ സ്ഥിരമായിട്ട് കൂട് പണിയുന്നവരല്ല. മാത്രമല്ല ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴും കോളനികൾ പലതരത്തിൽ വിഭജിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ്. അതായത് ഇവരുടെ കോളനിക്ക് താങ്ങാവുന്നതിനും അധികം അംഗങ്ങളായി കഴിഞ്ഞാൽ കോളനി 2 വ്യത്യസ്ത കോളനികളായിട്ട് വിഭജിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത്തരത്തിൽ നമുക്കൊക്കെ അത്ഭുതകരമെന്നും തോന്നിപ്പോകുന്ന തരത്തിലുള്ള ജീവിതമാണ് ഈ ഉറുമ്പുകളുടേത്. വളരെ നമുക്കറിയാം, പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം, ഉറുമ്പുകൾ എന്ന് പറയുന്നത് സാമൂഹിക ജീവികൾ തന്നെയാണ്. പക്ഷേ ഈ ആർമി ഉറുമ്പുകൾ എന്ന് പറയുന്നത് വളരെ ചിട്ടയും അച്ചടക്കവും ഒക്കെ ഉള്ള, കൃത്യമായി എല്ലാത്തിനും കണക്കുകളുള്ള ഒന്നാണ്. ഇവയെക്കുറിച്ച് ഏറ്റവും അധികം പഠനം ആമസോണിൽ കാണപ്പെടുന്ന ആമസോൺ കാടുകളിലുള്ള ആർമി ഉറുമ്പുകളിലാണ് നടന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് കൃത്യമായിട്ട് ഇവ ഇങ്ങനെ 3 വർഷം കൂടുമ്പോൾ അവർ 2 കോളനികളായി വിഭജിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ, ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. സോ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.